നമസ്കാരം. എക്സ്പെർട്ട് അഡ്വൈസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇന്ന് CA തങ്കച്ചൻ മണ്ഡപത്തിൽ, CA ജെയ്സൺ മണ്ഡപത്തിൽ എന്നിവരാണുള്ളത്. രണ്ടുപേർക്കും സ്വാഗതം. ഈ കാലത്ത് UAE മലയാളികൾക്ക് ഏറ്റവും ആവശ്യമുള്ള എക്സ്പെർട്ട് അഡ്വൈസ് എന്താണ്? തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ടാക്സിൻ്റെ കാലമാണിത്. ചെറിയ പിഴവുകൾ പോലും വലിയ പിഴയിലേക്ക് ഓരോ കമ്പനികളെയും ഇൻകമുള്ള വ്യക്തികളെയും എത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതുതന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി കരുതിയതുകൊണ്ട് എക്സ്പെർട്ട് അഡ്വൈസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത്തരം കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി സ്വീകരിക്കേണ്ട നിലപാടുകളുമാണ് പ്രധാനമായും നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ തങ്കച്ചൻ മണ്ഡപത്തിൽ, ശ്രീ ജെയ്സൺ മണ്ഡപത്തിൽ, രണ്ടുപേരും ഹുസൈൻ എൽ ഷംസി എന്ന അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് ഫേമിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. 18 വർഷമായി അല്ലേ? 18 വർഷമായി കമ്പനി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ പേരിൽ നിന്ന് പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലുണ്ടാവും എന്നാണ്, രണ്ടുപേരുടെയും പേരിൻ്റെ അവസാനം തങ്കച്ചൻ മണ്ഡപത്തിൽ എന്നും ജെയ്സൺ മണ്ഡപത്തിൽ നിന്നുമാണ്. സർനെയിം മണ്ഡപത്തിലായതുകൊണ്ട് തന്നെ യഥാപിത തഥാസുത എന്ന സംസ്കൃത ശ്ലോകത്തെയാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. എങ്ങനെയാണോ അച്ഛൻ അതുപോലെ തന്നെയുള്ള മകനും, ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ അച്ഛന് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ പുത്രൻ. ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാലത്ത് കോർപ്പറേറ്റ് ടാക്സിൻ്റെ റിട്ടേൺസ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രജിസ്ട്രേഷൻ നടത്തേണ്ട കാലം പലതും കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്നേഹിതന് ഫ്രീ സോണിലൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടിരുന്നു. ഏതോ കമ്പനികളിലൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി എന്തായാലും ഒരു കമ്പനി ഫ്രീ സോണിൽ ഇരുന്നോട്ടെ എന്ന് കരുതി ഒരു ആക്ടിവിറ്റിയും ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഒന്നുമില്ല. വെറുതെ ഒരു നെയിം സേക്കിന് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു. അദ്ദേഹത്തോടെ ഏതോ ഒരു അഡ്വൈസർ പറഞ്ഞു നിങ്ങളിപ്പം ടാക്സ് രജിസ്റ്റർ ചെയ്യണം. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചു, എന്തിന് ഞാൻ ടാക്സ് രജിസ്റ്റർ ചെയ്യണം? എനിക്ക് കമ്പനിയേ ഉള്ളൂ, പേരേ ഉള്ളൂ, അവിടെ ബാങ്ക് അക്കൗണ്ട് ഇല്ല, അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ല, അവിടെ ഒന്നുമേ ഇല്ല. ആരൊക്കെയോ പറഞ്ഞതനുസരിച്ച് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് വെച്ചു. പക്ഷേ കൊടുത്തു 10,000 ദർഹത്തിൻ്റെ പണി ടാക്സ് അതോറിറ്റി. എങ്ങനെയാണ് അത്? പണി കിട്ടും, പണി ഉറപ്പായിട്ടും കിട്ടും. ഡിലേ ആയി കഴിഞ്ഞാൽ, അതായത് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ഒരു പ്രത്യേക സമയപരിധി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഈ സമയപരിധി കഴിഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് 10,000 FTA 10,000 ദിർഹംസിൻ്റെ ഫൈൻ അടയ്ക്കാൻ നിങ്ങളോട് പറയും. അതിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല അടയ്ക്കാതെ. പക്ഷേ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കമ്പനികൾ എപ്പോഴൊക്കെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായി അറിയുക, അല്ലെങ്കിൽ അറിയാവുന്നവർ ചോദിക്കുക എന്നുള്ളതാണ്. അല്ല, ഞാൻ മനസ്സിലാക്കിയ ജെയ്സൺ, ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ കമ്പനികൾക്കും കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യാനുള്ള കാലം കഴിഞ്ഞില്ലേ? അതിനുള്ള സമയപരിധി കഴിഞ്ഞില്ലേ? അപ്പോൾ ഇപ്പം ഞാൻ ഈ തന്ന സിനാരിയോയിൽ ഏതെങ്കിലും ഒരു കമ്പനി വെറുതെ ഒരു നെയിം സേക്കിന് വേണ്ടിയിട്ട് ഒരു രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ ഫ്രീ സോണിൽ, പക്ഷേ അവരുടെ കമ്പനി മെയിൻലാൻഡിലാണ്, അത് ഫങ്ഷനിലാണ്, അതിൻ്റെ വാറ്റൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സെയിം പേരിലുള്ള ഈ കമ്പനിയാണെങ്കിൽ നമുക്കൊരു ടാക്സ് റീകൺസിഡറേഷൻ, ഈ ഫൈൻ റീകൺസിഡറേഷൻ വേണ്ടി നമ്മുടെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തുകൂടെ? കറക്റ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ വരുന്ന കേസ് എന്ന് വെച്ചാൽ, കുറേ പേര് സാർ പറഞ്ഞതുപോലെ കമ്പനീസ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാകും ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതൊന്നും ഇല്ലാതെ തന്നെ. പക്ഷെ എന്നാലും ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ, അത് ഓപ്പറേഷണൽ ആവാം, നോൺ ഓപ്പറേഷണൽ ആവാം, പക്ഷേ ലൈസൻസ് ഉണ്ടെങ്കിൽ വി ആർ സപ്പോസ് ടു ടേക്ക് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ അവർ പറഞ്ഞ ടൈം ലൈനിൽ തന്നെ. അതിൽ ഡിലേ ആയി വന്ന പറഞ്ഞതുപോലെ 10,000 ഒരു പണി വരുമാൻ അത് അടിച്ചേ പറ്റൂ. നമുക്ക് രണ്ടാമത്തെ കേസിലോട്ട് പോകുമ്പോഴത്തേക്കും മാർച്ച് 2024 മുന്നേ ഉള്ള കമ്പനീസിനാണെങ്കിൽ ഈ ഡിസംബർ 2024 ആയിരുന്നു ഏറ്റവും ലാസ്റ്റ് ഡെഡ് ലൈൻ. അത് കഴിഞ്ഞുള്ള എല്ലാ കമ്പനീസ് തുറന്നത്, അതായത് മാർച്ച് 2024 കഴിഞ്ഞിട്ടുള്ള കമ്പനീസ് തുറന്നിട്ടുണ്ടെങ്കിൽ ഫ്രം ദി ഇൻകോർപ്പറേഷൻ ഡേറ്റ് വിത്തിൻ 3 months അവർ ലൈസൻസ് അവർ രജിസ്ട്രേഷൻ എടുത്തേയിരിക്കണം, കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ. പറഞ്ഞതുപോലെ റീകൺസിഡറേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ടോ? അപ്പോൾ നമ്മുടെ പറഞ്ഞ ഈ കേസിലൊക്കെ വെനെവർ വി ആർ ഗെറ്റിംഗ് എനി സോർട്ട് ഓഫ് പെനാൽറ്റീസ്, നമുക്ക് ഒരു ടാക്സ് റീകൺസിഡറേഷൻ, ഒരു പെനാൽറ്റി റീകൺസിഡറേഷന് അപ്ലൈ ചെയ്യാം നേരിട്ട്. അതായത് നിങ്ങളുടെ പോർട്ടലിൽ തന്നെ കയറിയിട്ട് FTAക്ക് നേരിട്ടൊരു മെയിൽ അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ, ഒരു റീകൺസിഡറേഷൻ ഒരു റിക്വസ്റ്റ് കൊടുക്കാം. ബട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് വാലിഡായ കേസിൽ മാത്രം. അപ്പോൾ നമ്മുടെ ഈ കേസിൽ നമ്മൾ ആക്ച്വലി മറന്നുപോയെന്ന് മാത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് നിയമം അറിയില്ല എന്ന് അവരോട് പറഞ്ഞാൽ
അവരത് കേൾക്കില്ല. അല്ല, സെയിം കമ്പനി സെയിം ഫങ്ഷൻസ്, അതൊരു ഇനാക്റ്റീവ് കമ്പനിയും മെയിൻ ലാൻഡിലെ കമ്പനി ആക്റ്റീവ് കമ്പനിയുമാണ്. ഈ മെയിൻ ലാൻഡിലെ കമ്പനിക്ക് അവിടെ ടാക്സിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നു. ഈ സെയിം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സെയിം പേരിലുള്ള ഈ കമ്പനി തന്നെയാണ് ഫ്രീ സോണിലുള്ളത്, വിതൗട്ട് എനി ബാങ്ക് അക്കൗണ്ട്സ്, വിതൗട്ട് എനി ആക്ടിവിറ്റീസ്. റൈറ്റ്. അങ്ങനെയുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ദേ വിൽ ലുക്ക് ഇൻ ടു കേസസ് ആസ് ടു, നമ്മൾ ഈ പറയുന്നത് സെയിം പേരിലുള്ള 2 ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മളിത് രജിസ്റ്റർ ചെയ്ത് ഒരു ബ്രാഞ്ച് ആയിട്ടാണോ അല്ലെങ്കിൽ സെയിം ഓണറായിട്ടാണോ ഒരു എക്സ്റ്റൻഷൻ ആണോ, ഇതെല്ലാം ഒരു ലീഗൽ സ്റ്റേറ്റസ് എടുത്ത് നോക്കും. ഇതൊരു ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ then they will consider it as part of the main entity itself. ഓക്കെ. ബ്രാഞ്ച് അല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു LLC, സെയിം നെയിം ആവാം. ഒരു ഫ്രീ സോണിലൊക്കെ ആണെങ്കിൽ വിത്ത് FZE FZC എന്ന് പറഞ്ഞ് ഒരു പേര് ലാസ്റ്റ് വന്നാലും അത് സെപ്പറേറ്റ് ഒരു പേര് തന്നെയായി കൺസിഡർ ചെയ്യാം. LLC ആണെങ്കിലോ രണ്ടും ഒരു LLC ആണെങ്കിൽ, രണ്ടും ഒരേ പേരാണെങ്കിൽ, സെയിം ഓണർ ആണെങ്കിൽ then we can apply for registration as ഒറ്റൊരു കമ്പനി ആയിട്ട് തന്നെ. ഞാൻ ഈ പറഞ്ഞ കേസിൽ മെയിൻ ലാൻഡിൽ LLC കമ്പനിക്ക് സ്പോൺസർ ഉണ്ടല്ലോ, സ്വാഭാവികമായി സ്പോൺസർ ഉണ്ടാകും. പക്ഷേ ഫ്രീ സോൺ കമ്പനിയിൽ സ്പോൺസർ ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ കേസിൽ രണ്ട് കമ്പനിയാണ്, രണ്ട് വ്യക്തിയാണ്, രണ്ട് ലീഗൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2 രജിസ്ട്രേഷൻ വേണം. തീർച്ചയായിട്ടും ഇത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനായിട്ട് പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് കരുതുന്നു. ഇതിൽ ഹുസൈൻ അൽ ഷംസിക്ക് തീർച്ചയായിട്ടും ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് അഡ്വൈസേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഈ തരത്തിൽ നമുക്ക് ക്ലയൻസിനെ വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാധിക്കും. അവർക്ക് അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഗൈഡൻസ് വേണ്ടവർക്ക് ഉപയോഗിക്കാം അല്ലേ? ഓഫ് കോഴ്സ്. ഞാൻ തിരിച്ച് ടാക്സിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി, നിങ്ങളുടെ ഒരു ഇത്രയും കാലത്തെ നിങ്ങളൊരു 23.5 വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതാണ് ജെയ്സൺ. സെയിം, അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ ശ്രീ തങ്കച്ചൻ്റെ എക്സ്പീരിയൻസിൽ ഒരു കമ്പനി പ്രധാനമായി സ്വീകരിക്കേണ്ട, ഒരു ഹെൽത്തി ആയിട്ടൊരു കമ്പനി പോകാനായിട്ട് പ്രധാനമായി സ്വീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. പ്രധാനമായിട്ട് നമ്മൾ പറയും MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കുക? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എന്താണ്, കമ്പനിയുടെ ഒരു ഡാഷ്ബോർഡാണത്. ഈ ഡാഷ്ബോർഡിലേക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് റൈറ്റ് സ്പീഡിൽ റൈറ്റ് ടൈമിൽ പോകാനും എത്താനും പറ്റുള്ളൂ. കറക്റ്റ് തീരുമാനം എടുക്കാനും പറ്റും. കറക്റ്റ് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇതിൽ ഡാറ്റ മിസ്മാനേജ് ആണെങ്കിൽ, മിസ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടില്ല, അതെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി മാറും. അപ്പം നമുക്ക് കമ്പനി മുന്നോട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡാറ്റ കറക്റ്റായിട്ട് വരണമെങ്കിൽ ഇതെങ്ങനെ വരണം, എന്ത് വരണം എന്ന് അറിയുന്ന ഒരാളോട് ചോദിക്കണം. അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എംപ്ലോയ് ചെയ്യണം. ഇപ്പോൾ ഈ MIS നമുക്ക് പല തലത്തിലും ഈ MIS മാനേജ്മെൻറ്റിന് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണല്ലോ. ഒരു പക്ഷേ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആക്കി കാണിക്കാൻ വേണ്ടി അവർ തന്നെ റോങ് ഇൻഫർമേഷൻ ഫീഡ് ചെയ്ത് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? അത് നല്ലൊരു ചാൻസ് തന്നെയാണ്. ഇപ്പം മോസ്റ്റ് ഓഫ് ദ കേസസ് സത്യസന്ധമായ ഒരു എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ദാറ്റ് ട്രസ്റ്റ് വി ഹാവ് ടു പ്ലേസ് ഓൺ ദം. ബട്ട് അറ്റ് ടൈംസ് ദേ ഹാവ് ചാൻസസ്, അതായത് അവർ ഈ പറഞ്ഞ പോലെ ഫോൾസ് ഇൻപുട്ട് ചിലപ്പം ചെയ്യാം, ഫോൾസ് റിപ്പോർട്ടിംഗ് ചെയ്യാം, മാനേജ്മെന്റിന് ഒരു മിസ് ഡയറക്ഷൻ എടുക്കുന്ന രീതിയിൽ കൊടുക്കാം. ബട്ട് ടു കർബ് ഓൾ ദിസ്, ദാറ്റ് ഈസ് വൈ വി ഹാവ് എക്സ്റ്റേണൽ ഓഡിറ്റ്സ്. അല്ലെങ്കിൽ ചിലപ്പം ചില ഓണേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഇന്റേണൽ ഓഡിറ്റേഴ്സ് തന്നെ വെക്കും. അതായത് സമൺ ടു കീപ്പ് എ ചെക്ക് ദാറ്റ് ഇവരിടുന്ന ഇൻപുട്ട് തന്നെ ശരിയാണോ, ഇവർ പോകുന്ന റൈറ്റ് ട്രാക്ക് ആണോ, ഇവർക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ് തന്നെ കറക്റ്റ് ആണോ, ഇതെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റേണലി തന്നെ നമുക്കൊരു ട്രസ്റ്റ് വർത്തി ആയിട്ട് എംപ്ലോയിനെ നോക്കും. അതിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ്, പുറത്ത് നിന്നൊരു കണ്ണ്, ഒരു എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഞാൻ ഈ കേട്ടതിൽ നിന്ന് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വെദർ ഇറ്റ് ഈസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ റിസ്ക് മാനേജ്മെന്റ് മെത്തേഡ്. ശരിയാണോ? സർട്ടൺ എക്സ്റ്റെൻറ്റ് വരെ ശരിയാണ്. കാരണം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസ്റ്റ്മോർട്ടമാണ്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അനലൈസിസ് ആണ്. പക്ഷെ അത് കമ്പനിയെ ഒത്തിരി സഹായിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ശരിയാണ്, അത് ചെയ്യണം. പക്ഷേ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതൊരു ഇൻറ്റേർണൽ ഓഡിറ്റ്, അതായത് കൺകറൻ്റ് ആയിട്ട് മുന്നോട്ട് കമ്പനി എങ്ങനെ നയിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കണം.
അവിടെയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതിലാണ് കൂടുതൽ കമ്പനി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്റ്റാറ്റ്യൂട്ടറി ആണ്, അത് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കൊടുത്തേ പറ്റുള്ളൂ. എത്ര ഫ്രീക്വൻസിയിലാണ് ഇന്റേണൽ ഓഡിറ്റിംഗ്? ക്വാർട്ടർലി നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ്? ക്വാർട്ടർലി ആവാം, ഫിയർലി ആവാം, അല്ലെങ്കിൽ മന്ത്ലി ആവാം, അല്ലെങ്കിൽ അതൊരു ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിനൊരു പീരീഡ് പറയാൻ പറ്റത്തില്ല. കമ്പനിയുടെ കോംപ്ലക്സിറ്റീസും അല്ലെങ്കിൽ അതിന് എത്ര ബ്രാഞ്ചസ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, പ്രോസസ്സ് എന്താണ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, ഇൻഡസ്ട്രി എന്ത് തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ്, അതിലെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കും അത് ഈ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഫ്രീക്വൻസി നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇപ്പം നമ്മളൊരു ഈ വളരെ രോഗാതുരമായ ഒരു കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മെഷേഴ്സ് ആയിരിക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക? ആദ്യം ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഫസ്റ്റ് തിങ് ദ ഡോക്ടർ ഡസ് ഇസ് ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തും. എന്ന് പറയുന്നത് ഒരു കുഴപ്പം പിടിച്ച ഒരു ബിസിനസ് എന്നൊരു റൈറ്റ് ടേം അല്ല, പക്ഷെ എന്നാലും ഒരു കുഴപ്പം പിടിച്ച ഒരു ബിസിനസ് കൈ കെട്ടുവാണെങ്കിൽ, ഒരു കമ്പനി കൈ കെട്ടുവാണെങ്കിൽ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് എല്ലാം ഒന്ന് അഴിച്ചു വന്ന് ഒന്ന് നോക്കണം. ഇവിടെ എന്തൊക്കെയാണ് ഇഷ്യൂസ്, എവിടെയൊക്കെയാണ് പല ലീക്കേജ് വരുന്നത്, എവിടെയൊക്കെയാണ് ഷുഗറും കൊളസ്ട്രോളും ലീക്കേജ്. കാരണം ബിസിനസ് സ്ട്രഗിൾ വിത്ത് ദീസ് ലീക്കേജ് ഇഷ്യൂസ്. അവരിടുന്ന കാശ് എവിടെ പോകുന്നു? ഇറ്റ് ഷുഡ് ബി റിട്ടേണിംഗ് ബാക്ക്, ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈങ് ഫോർ ദം. അപ്പോൾ ഇങ്ങനത്തെ ആദ്യം ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം. ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് അവർ വിചാരിക്കുന്ന രീതിയിലാണോ പോകുന്നത്, അവർക്ക് ഈ കംപ്ലയൻസസ്, അവർ ഈ ടാക്സ് കൊടുക്കുന്ന ടൈമിലാണോ, അനാവശ്യമായി പെനാൽറ്റീസ് ഇവർക്ക് കിട്ടുന്നുണ്ടോ, ഇവർ കൊടുക്കുന്ന ഡേറ്റ തന്നെ കറക്റ്റ് ആണോ എന്നെല്ലാം നോക്കണം. അതനുസരിച്ച് സർ പറഞ്ഞതുപോലെ MIS ഓണറിന് കിട്ടുന്ന ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ, അവർക്ക് കറക്റ്റായ ഇൻഫർമേഷൻ ടൈമിൽ കിട്ടുമ്പോൾ ദേ വിൽ ബി ഏബിൾ ടു ടേക്ക് റൈറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഒരു ഓപ്പറേഷണൽ സൈഡ് ആവാം, കംപ്ലയൻസ് ആവാം, റിപ്പോർട്ടിംഗ്. വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, കമ്പനിക്ക് എന്തൊരു അസുഖമുള്ളതാണെന്ന് കൂടെ നോക്കണം. ചില കമ്പനിക്ക് ക്യാൻസർ ഉണ്ട്, ചില കമ്പനിക്ക് തിമിരമുണ്ട്, ചില കമ്പനിക്ക് വിഷയമില്ലാത്ത കമ്പനി തിമിരം. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നമുള്ള കമ്പനികളുണ്ട്, അവിടെ വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈഗോ ആയിട്ടുള്ള മാനേജേഴ്സ് ഉണ്ട്, അവരെ മാനേജ് ചെയ്യുക എന്നുള്ള വലിയ പ്രശ്നമാണത്. അത് കമ്പനിയുടെ കൊളാപ്സിലേ എൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ പ്രോപ്പറായിട്ടുള്ള മെഷേഴ്സ് എടുത്ത മരുന്നോ അല്ലെങ്കിൽ സർജറിയോ നടത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കൊളസ്ട്രോൾ കാണും, കൊളസ്ട്രോൾ പറഞ്ഞാൽ ഓവറായിട്ടുള്ള അസറ്റ്സ് കാണും, ഓവറായിട്ടുള്ള എംപ്ലോയീസ് കാണും, അല്ലെങ്കിൽ പ്രോപ്പർ അണ്ടർ യൂട്ടിലൈസ് ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ട്. ഇതിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ കമ്പനി നഷ്ടത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്, ഒരു കമ്പനി പ്രോഫിറ്റിലാകുമോ ഇല്ലയോ എന്ന് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ അതിൻ്റെ പോക്ക് കണ്ടാൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കണ്ടുപിടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം. അതോ നിങ്ങൾക്ക് എത്ര കാലത്തെ അതിൻ്റെ ഓപ്പറേഷൻസ് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും? എത്ര നാളും വേണം മിനിമം ഒരു കമ്പനി ഒബ്സർവ് ചെയ്ത്? അല്ല, കമ്പനിയുടെ പഴയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കും. അല്ല, അപ്പോൾ എത്ര കാലം പഴയ കമ്പനി ആയിരിക്കണം? അത് എത്ര കാലമായാലും പ്രശ്നമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ കമ്പനിയുടെ ബജറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ 2025 തുടങ്ങിയപ്പോൾ ഈ 2025 ബജറ്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടോ, അവരുടെ കമ്പനിയുടെ പ്ലാൻ എന്താണ്, അവരുടെ 5 ഇയർ പ്ലാൻ എന്താണ്, ഈ പ്ലാൻ അനുസരിച്ചാണോ കമ്പനി പോകുന്നത്, അല്ലെങ്കിൽ അതിനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് അവരെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സെയിൽസ് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞു, ഈ സെയിൽസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2023 തുടങ്ങിയ ഒരു കമ്പനി ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കൊല്ലം കഴിഞ്ഞു, 2ാമത്തെ വർഷമാണ്. എങ്ങനെ ഇത് ഒബ്സർവ് ചെയ്യും? വെദർ ഇറ്റ് ഈസ് എ ഹെൽത്തി കമ്പനി, വെദർ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് റിസൾട്ട്സ്, ഗുഡ് റിസൾട്ട്സ് എന്നെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫസ്റ്റ് തിങ് ഇറ്റ്സെൽഫ് ഓപ്പറേഷൻസിലൂടെ ചാടുന്നതിന് മുന്നേ തന്നെ ഐ വുഡ് സജസ്റ്റ് അവരുടെ ബിസിനസ് ഐഡിയ എന്താണ്, വാട്ട് വർ ദേ തിങ്കിങ് വെൻ ദേ സ്റ്റാർട്ടഡ് ദ കമ്പനി. അതായത് അവർ പറഞ്ഞ ഐഡിയാസ് വെച്ചാണ് ഇവർ ആദ്യം തുടങ്ങുന്നത്. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇറ്റ്സെൽഫ്. ആർ ദേ എക്സിക്യൂട്ടിംഗ് വാട്ട് ദേ പ്ലാൻഡ്? ആൻഡ് ദെൻ സെക്കൻഡ് കേസിലോട്ട് പോകുമ്പോൾ ഒരു ഫ്രീക്വൻറ്റ് ബേസിസിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തണം. എന്നാലേ വി ക്യാൻ ഗെറ്റ് ടു സീ അവർ ഉദ്ദേശിക്കുന്ന ഫിഗേഴ്സ് ആണോ ഇത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റാത്ത കമ്പനി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് നേരത്തെ അടയ്ക്കുക എന്നുള്ളതാണ് തോന്നുന്നല്ലേ? ചില കാര്യങ്ങളെ നമുക്ക് നേരെയാക്കാൻ പറ്റും, ചിലർ നേരെയാക്കാൻ പറ്റില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഫ്രോഗിൻ്റെ ചൂടുവെള്ളത്തിൽ വീണ ഒരു ഫ്രോഗിൻ്റെ കഥ വായിച്ചു. ഒരു ഫ്രോഗിനെ വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഒരു പാത്രത്തിൽ. അത് സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ വളരെ എനിക്ക് ഏത് തരത്തിലുള്ള വെള്ളത്തിലും നീന്താമെന്നുള്ള ആരോഗ്യമുള്ള ഒരു ഫ്രോഗാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ചൂടുവെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇത് ചെറിയ ടെമ്പറേച്ചർ, അതിലെത്രയോ വലിയ ടെമ്പറേച്ചർ തരണം ചെയ്തിരിക്കുന്നു. വേണമെങ്കിൽ അതിന് ചാടിപ്പോകാമായിരുന്നു, ചാടിയില്ല. വീണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴും ഒരു 50 ഡിഗ്രി വന്നപ്പോഴും പുള്ളി വിചാരിച്ചു ഓക്കെ ഇത് മാനേജബിൾ. കുറച്ച് 100 തിളയ്ക്കുന്ന വെള്ളം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ മസിൽസ് എല്ലാം വീക്കായി, ഇതിന് ചാടാൻ പറ്റാത്തൊരവസ്ഥയായി. കറക്റ്റ്, അതിനകത്ത് തന്നെ വീണുപോയി. അപ്പോൾ കറക്റ്റ് സമയം എങ്ങനെയാണ്, മുമ്പോട്ട് പോകുമോ ഇല്ലയോ, അതോ ഇത് ക്ലോസ് ചെയ്യണോ എന്ന് തീരുമാനിക്കാനും ഒരു സമയം ഉണ്ടാവൂലേ? അതിൽ നിങ്ങൾ ചാനൽ കൊണ്ടെന്നുള്ളതിൽ ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്ന എങ്ങനെയാണെന്നുള്ള ചോദ്യമല്ല. ഒരു ചെറിയ സിംറ്റം കാണുമ്പോൾ തന്നെ അപ്പോൾ നമുക്കൊരു പനിയുണ്ട്, ഈ പനി ഉണ്ടെന്ന് കരുതി
നമ്മളൊരു പനഡോൾ അല്ല ഒരു പാരസെറ്റമോൾ കഴിച്ചു, അല്ലെങ്കിൽ പാരസെറ്റമോളിന്റെ പരസ്യം ആവില്ല അല്ലേ? ഇപ്പം എന്നും പനിയുള്ള ഒരാൾ എന്നും പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ പനി റീസൺ ഉണ്ടാവും. ആ റീസൺ കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് അറിയണം. ഇത് നേരത്തെ തന്നെ എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി. ബുദ്ധി അനുസരിച്ച് പ്രവർത്തിച്ചില്ലേ അതിന് വില കൊടുക്കേണ്ടി വരും. ജസ്റ്റ് ടു ആഡ് ഓൺ ഓൾസോ, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ MIS റിപ്പോർട്ടിംഗ്, അതായത് ഒരു മന്ത്ലി തന്നെ ഒരു ഓണറിന് എല്ലാ ഡേറ്റ കിട്ടുമ്പോൾ ഒരു ട്രെൻഡ് അനാലിസിസ് നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ചെറിയ ചൂടുവെള്ളം ഈ ചൂടുവെള്ളം കൂടി വരുവാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ദാറ്റ് റിപ്പോർട്ട് ഷുഡ് കം ടൈംലി ആൻഡ് വെരി ഫ്രീക്വന്റ്ലി ഓൾസോ. ഫ്രീക്വന്റ്ലി ആൻഡ് ഓണസ്റ്റ്ലി. യെസ്, ഫ്രീക്വന്റ്ലി ആൻഡ് ഓണസ്റ്റ്ലി. അതാണ് ആ റിപ്പോർട്ട്സ്. ഇപ്പം നമ്മൾ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ പോയാൽ ഓഡിറ്റിങ്ങിന് പോകുമ്പോൾ ശ്രീ തങ്കച്ചൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, എംപ്ലോയീസ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണോ? നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നത്? എങ്ങനെയാണ് evaluate ചെയ്യുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിയുമ്പം, അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനോട് സംസാരിച്ച് കഴിയുമ്പം, അവരുടെ ഓണേഴ്സിനോട് സംസാരിച്ച് കഴിയുമ്പോൾ, അവരുടെ മൊത്തം ആക്ടിവിറ്റി കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. ഇപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ കാണുമ്പോൾ മനസ്സിലാവും, വാതിറക്കുമ്പോഴേ അല്ലെങ്കിൽ ശരീരം നോക്കുമ്പോഴേ പൾസ് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന പോലെ നമുക്കും അറിയാൻ പറ്റും. നിങ്ങളിങ്ങനെ സഹായിച്ചിട്ടുള്ള കുറേ കമ്പനികളുണ്ടാവുമോ ഇവിടെ? ഇൻഡീഡ് എ ലോട്ട്. നമുക്ക് ലോട്ട് ഓഫ് ക്ലയൻസ് വിൽ കം ടു us saying നമുക്ക് ഒരു അക്കൗണ്ടിങ് സർവീസ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് സർവീസ് മാത്രമായിട്ടും മതി, അല്ലെങ്കിൽ ഒരു ടാക്സ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് അങ്ങനെ എന്തെങ്കിലുമായിട്ട് വരും. ദെൻ നമ്മൾ ഡീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഓരോ ഐറ്റം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ കണ്ണിപ്പെടുന്ന ഐറ്റംസ് എല്ലാം അപ്പം തന്നെ വി ഹാവ് ടു ഇൻഫോം ദി ഓണേഴ്സ്. അപ്പോൾ അതങ്ങ് ഇൻഫോം ചെയ്ത് വരുമ്പോഴത്തേക്കും വി സിറ്റ് ആൻഡ് വി സ്പീക്ക് വിത്ത് ദി ഓണേഴ്സ്, വി സ്പീക്ക് വിത്ത് ബിസിനസ് ഓണേഴ്സ് ആൻഡ് അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്കും ചില ഇൻപുട്സും കൊടുത്ത് ഒരു അഡ്വൈസിങ് സെഷൻ ഉണ്ടാവും. ഓരോ കേസ് ബൈ കേസ് അവരായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കുമ്പോൾ തന്നെ വിൽ ഗെറ്റ് ടു നോ. ഇപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇപ്പം നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം, ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പം ശ്രീ തങ്കച്ചനിപ്പം വളരെ ചുരുങ്ങിയ സാഹചര്യത്തിൽ മാത്രമായി TV യിൽ വരാറുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കുന്നത്. ഒരു പുതിയ കൺസെപ്റ്റ് വന്നു, പുതിയൊരു ഐഡിയ വന്നു, അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഫിഗറിലാക്കുന്നത്? പുതിയ ഐഡിയ വന്ന അന്നേരം നമ്മൾ എടുത്തിയാടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. അല്ലല്ല, അതിനെ എങ്ങനെയാണ് ഫിഗറിലാക്കുന്നത്? അത് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പെൻസസ്, എങ്ങനെയാണിത്, എൻ്റെ റവന്യൂ സോഴ്സ് എന്തൊക്കെയാണ്, ഇത് ഫീസിബിളാണോ, അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ അതിൻ്റെ ഓരോ പ്രോസസ്സും നോക്കി. പക്ഷെ അതിന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതൊരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾക്കതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായിരിക്കാം, കാരണം നിങ്ങൾ ഇവിടെ മാത്രം ഉള്ള ആളാണ്. സിനിമയ്ക്ക് വേണ്ടി പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് മറ്റിപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത തികച്ചും പുതിയതായിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആയിരിക്കും ഞങ്ങളുടെ ബിസിനസ് എന്നിരിക്കട്ടെ. അവിടെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ ഇൻഡസ്ട്രി ഏതായാലും നമ്മുടെ അൾട്ടിമേറ്റ് ഗെയിം എന്താണ്? നമ്മുടെ നമ്പേഴ്സ്, അല്ലെങ്കിൽ റവന്യൂ ആൻഡ് എക്സ്പെൻസസ്, അല്ലെങ്കിൽ ആ പ്രോസസ്സസ്. ചില പ്രോസസ്സ് ഇപ്പോൾ സിനിമയ്ക്കാണ് നമുക്ക് പ്രോസസ്സ് മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ട് വരും, നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് നമ്മുടെ എക്സ്പെൻസീവ് ഇൻകോയായിട്ട് മാറണം, അല്ലെങ്കിൽ നമ്മുടെ അസറ്റ്സും ലയബിലിറ്റീസും അതിൽ കൂടെ ആ ഒരു ട്രാൻസ്ലേഷനിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പ്രൊജക്ട് റിപ്പോർട്ട്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, പ്രൊജക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിലും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ? യെസ്. ഇതിൽ തന്നെ ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ, ഒരു കേസ് ആയിട്ട് തന്നെ കിട്ടുമ്പോഴത്തേക്കും ഏത് ഇൻഡസ്ട്രി ആയാലും ഏത് പുതിയ ഇൻഡസ്ട്രി ആയാലും ഫസ്റ്റ് തിങ് ഇസ് അതിൻ്റെ ഒരു പ്രോസസ്സ് മനസ്സിലാക്കണം. ആ പ്രോസസ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഒരു ആനേനെ കിട്ടുമ്പോൾ പീസ് ആക്കി മുറിച്ചിട്ട് ഓരോ പീസിനെ പിടിച്ച് വി വിൽ കൺവേർട്ടഡ് ഇൻ ടു നമ്പേഴ്സ്. അവരായിട്ട് തന്നെ ഇരുന്ന് വാട്ട് ഡു ദേ എക്സ്പെക്ട് ഓർ വാട്ട് ആർ ദേ എക്സ്പെക്ടിങ് ഫ്രം ദിസ്, ആ എക്സ്പെക്ടേഷൻസും കിട്ടുന്ന ഔട്ട്കംസും വി വിൽ ഹാവ് ടു മേക്ക് ഇറ്റ് ന്യൂമറിക്കൽസ്. അതിനെ പിടിച്ച് ഒരു റിപ്പോർട്ട് പോലെ ആക്കി പ്രൊജക്ഷൻസ് ആക്കി വരുമ്പോഴത്തേക്കും എത്ര കമ്പനികൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട്സും സക്സസ്ഫുൾ ആയ എത്ര പ്രൊജക്ട്സ് നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ ഓഫീസിൽ ഒരു മാസം ഒരു 2-3 പ്രൊജക്ട്സ് ഇപ്പോൾ ഉണ്ടാക്കാറുണ്ട്. പ്രൊജക്ട്സ് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ പല കമ്പനികളും അത് ഞങ്ങൾ തന്നെ പറയും ഇത് പ്രൊജക്റ്റ് മുന്നോട്ട് പോകണ്ടെന്ന് പറയാറുണ്ട്. പ്രൊജക്ട് ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് അത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. മിക്കവാറും 2 ഉണ്ടാക്കേണ്ടത് മുന്നോട്ട് പോകേണ്ടാത്ത കേസായിരിക്കാം. ചെയിൻ്റെ കേസിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടാവും, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഒരാൾ, ഒരു മദർ തെരേസയുടെ ഒരു കോട്ടുണ്ട്, ലെറ്റ് നോ വൺ എവർ കം ടു യു വിത്തൗട്ട് ലിവിങ് ബെറ്റർ ആൻഡ് ഹാപ്പിയർ. അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരാൾ തിരിച്ചു വന്നതിൽ കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലൊക്കെ ആണോ വേണ്ടെന്ന് പറഞ്ഞാൽ സമാധാനമാവും അല്ലേ? അത് അവരെ ഒരു സമാധാനക്കേടിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്കൊരു കഴിഞ്ഞ 18 വർഷത്തിനിടയിൽ നിങ്ങൾ എടുത്തു പറയത്തക്ക
പറയത്തക്ക പ്രൊജക്ട് ഡെവലപ്മെന്റിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്ലയൻസിന്റെ പേര് നമുക്ക് പറയാനൊക്കത്തില്ല, അത് ഞാൻ ചോദിക്കുന്നുമില്ല. ഹുസൈൻ അൽ ഷംസി അതൊരു വലിയ ലക്ഷ്യമാണ് നമുക്ക്. ക്ലയൻസിന്റെ പേര് പറയാൻ വലിയ ലക്ഷ്യം. അപ്പോൾ എന്തായാലും ഹുസൈൻ അൽ ഷംസി എന്ന് പറയുന്ന ഈ ചാർട്ടർ അക്കൗണ്ടന്റ് ഫേം, ഇതിനകത്ത് നിങ്ങളാണ് അതിൻ്റെ രക്ഷകർത്താക്കൾ അല്ലേ? നമ്മളും രക്ഷകർത്താക്കളാണ്. ഓക്കെ. അപ്പം നിങ്ങളെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പേ നിങ്ങളുടെ പ്രൊജക്ട് റിപ്പോർട്ട്സ് ഉണ്ടാക്കാനായാലും ടാക്സ് രജിസ്ട്രേഷൻ ആയാലും വാറ്റിൻ്റെ കാര്യത്തിനായാലും അക്കൗണ്ടിങ് പ്രോസസ്സിനായാലും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടെ ഈ ഒരു അസിസ്റ്റൻസിൽ? നമ്പേഴ്സ് ആയിട്ട് പറയുവാണെങ്കിൽ ഇറ്റ്സ് എ ബിഗ് നമ്പർ. യു ക്യാൻ സേ 1000+ ക്ലയൻസ് ഹാവ് കം ബൈ. ക്ലയൻസ് അല്ല, നിങ്ങൾ സപ്പോർട്ടിംഗ് ടീമാണ് നമ്മുടെ ടീം. ഇന്റേണൽ ടീം നോക്കുമ്പോൾ ആസ് ഓഫ് ടുഡേ വി ആർ അബൌട്ട് 30 people. നമുക്ക് മജ്മാൻ നോക്കുവാണെങ്കിൽ, ഷാർജ നോക്കുവാണെങ്കിൽ അബൌട്ട് another 20 people. A team of 50, you could say approximately. You have offices in Ajman and separate offices in Ajman and Sharjah? Separate in Sharjah. Yes. Oh, all right, okay. അപ്പോൾ നിങ്ങൾക്ക് ലോയേഴ്സും ഈ കംപ്ലൈൻറ്റ്സ്, ഇപ്പോൾ കംപ്ലൈൻറ്റ്സ് എന്നാണ് ജെയ്സൺ ചെയ്യുന്ന പോലെ ഇവിടുത്തെ പ്രൊമോഷൻസിൻ്റെയും പേര് കംപ്ലൈൻറ്റ്സ് അല്ല, കംപ്ലൈൻറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ ഈ കംപ്ലൈൻറ്റ്സിന് ലോയേഴ്സ് ഒക്കെ ആവശ്യമുണ്ടല്ലേ? നമുക്ക് ഈ ഒരു ഫീൽഡിൽ വേണ്ടിയ കൃത്യമായിട്ട് ലീഗൽ ആസ്പെക്ട്സ് അറിയുന്ന ഒരു ആൾക്കാർ വേണം. അപ്പോൾ ഇറ്റ് നീഡ് നോട്ട് ബി ലോയേഴ്സ് ആസ് സച്ച്. പക്ഷെ നമുക്കൊരു അക്കൗണ്ടിങ് കംപ്ലൈൻസ് ആവാം, നമ്മുടെ ടാക്സ് ലോസ് റിലേറ്റഡ് കംപ്ലൈൻസ് ആവാം. അപ്പോൾ അതൊരു സാധാ അക്കൗണ്ടൻറ്റ്, ഒരു ടാക്സ് ഏജൻറ്റ്, ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായാലും മതി. വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ബാക്കി അതർ ലൈക്ക് ലോയേഴ്സ് ആയിട്ട് നടക്കുന്നത്. പക്ഷേ ഈ ലീഗൽ കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ടാക്സിൻ്റെ കംപ്ലൈൻസ് ആവും, അക്കൗണ്ടിങ് കംപ്ലൈൻസ് ആവും, പല രീതി കമ്പനീസ് ലോയിൻ്റെ കംപ്ലൈൻസ് ആവും എന്ന് പറഞ്ഞ ഈ സൈഡിലോട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് യു എയിൽ കൂടി വന്നു. കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ഒരു ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായില്ല. ഓഡിറ്റിങ്ങിൽ മാത്രമല്ല, പ്രൊജക്ട് റിപ്പോർട്ട്സിൽ മാത്രം പരിമിതപ്പെട്ടിരുന്ന നിങ്ങൾക്കിപ്പോൾ ഒരു പക്ഷെങ്കിലല്ല കൃത്യമായി വാറ്റിനകത്ത് വാറ്റ് സബ്മിഷൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് എനി കമ്പനി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കോർപ്പറേറ്റ് ടാക്സിൻ്റെ നിയമങ്ങൾ ഇസ് ഇറ്റ് ഇൻ ലൈൻ വിത്ത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പോലെ? നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്. കാരണം നാട്ടിൽ ഒരു കുറേ 10-15 വർഷമായിട്ടുള്ള ടാക്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ടാക്സ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പ്രീവിയസ് ഹിസ്റ്ററീസും നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെ അകത്തുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലോട്ട് ഒരു ട്രാൻസിഷൻ, ഒരു കോർപ്പറേറ്റ് ടാക്സ് ഫ്രീ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫ്രീ ഉള്ളൊരു സ്ഥിതിയിൽ നിന്ന് നൗ വി ആർ മൂവിങ് ഇൻ ടു ടാക്സബിൾസ് സ്ഥിതിയിലോട്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് പ്രൊഫഷണൽസ് ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് മാറി ഇപ്പോൾ ഇൻ എ വേ. യെസ്. കാരണം ഇപ്പം നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് വന്നപ്പോഴത്തേക്കും അറിയാതെയോ അറിയട്ടോ വി ഹാവ് എ ന്യൂ പാർട്ട്ണർ ഇൻ അവർ ബിസിനസ്. ഒരു സൈലന്റ് പാർട്ട്ണർ, അതെ, പ്രോഫിറ്റിലും ലോസിലുള്ള ഒരു പാർട്ട്ണർ, 9% പിടിക്കാനുള്ള ഒരു കറക്ഷൻ ഉണ്ട്. പ്രോഫിറ്റിൽ മാത്രമേ ആ പാർട്ട്ണർ ഉള്ളൂ. ലോസിൽ ചില കേസസ് ലോസ് ക്യാരി ഫോർവേഡ് ഒക്കെ തരുവാണെങ്കിൽ, ബട്ട് കൂടുതൽ വി ക്യാൻ സേ പ്രോഫിറ്റിൽ തന്നെ ഒരു പാർട്ട്ണറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർ വരുമ്പോൾ അവർക്ക് കണക്ക് എന്തായാലും കാണിച്ചു കൊടുക്കണം. ദേ ആർ നോട്ട് യുവർ റിലേറ്റഡ് പാർട്ടി, ദേ ആർ നോട്ട് യുവർ ഫാമിലി, ദേ ആർ ഔട്ട്സൈഡേഴ്സ് to whom we should give correct accounts. But still their name was in shareholder. I mean, yes, profit shareholder. Correct. All right, okay. എന്തായാലും നിങ്ങളുടെ കമ്പനിയെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ശ്രീ തങ്കച്ചനെയും ശ്രീ ജെയ്സനെയും പ്രേക്ഷകർക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറിയുടെ ഭാഗമായി, പ്രൊഫഷണൽസിൻ്റെ ഭാഗമായി പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഡിസ്കഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ കമ്പനിക്ക് ശ്രീ തങ്കച്ചനും ശ്രീ ജെയ്സനും ഉൾപ്പെടുന്ന ഹുസൈൻ അൽ ഷംസി എന്ന് പറയുന്ന കമ്പനിക്ക് ഷാർജയിലും അജ്മാനിലും പിന്നെ കോർപ്പറേറ്റ് ടാക്സ് രംഗത്തും പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് രംഗത്തുമൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ഒരു ടീം ഓഫ് ആൾക്കാരാണ് നിങ്ങളോടുള്ളത്. അതോടൊപ്പം തന്നെ വാറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ദുബൈയിലൊരു ടാക്സ് ഏജൻസി വേറെയുണ്ട്. ഓക്കെ, അതിൻ്റെ പേരെന്താണ്? ബിൻജോയ് എന്ന് പറയുന്ന ഒരു കമ്പനി ദുബൈയിലുമുണ്ട്. വാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ചെയ്യാനായിട്ടാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. അടുത്ത ഞായറാഴ്ച വീണ്ടും എക്സ്പെർട്ട് അഡ്വൈസിൽ ശ്രീ ജെയ്സണുമായി കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.